ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യം കൂടിയിട്ടാണ്. നമ്മളിപ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ നമുക്ക് കാണാനായിട്ടൊരു അവസരം ഉണ്ടല്ലേ. ഓൺലൈനിൽ കൂടെ ആയാലും നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും അല്ലെങ്കിൽ ഇതൊക്കെ തുറക്കുമ്പോൾ യൂട്യൂബ് ഷോർട്സിലായാലും ഒക്കെ പുതിയ പുതിയ വീടുകൾ, നല്ല ഭംഗിയുള്ള വീടുകൾ, വൃത്തിയായിട്ടുള്ള വീടുകൾ ഒക്കെ കൂടുതലും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വീട് എപ്പോഴും നല്ല ക്ലീനും ഭംഗിയായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീടിനെ ആ വീടുകളായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളിലൊരു കുറ്റബോധമാണ്, എൻ്റെ വീട് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ വൃത്തിയല്ലല്ലോ എന്ന്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനായാൽ പോലും ഞാൻ ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോസാണ് കുറേ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ ചെയ്യുന്നത് സാധാരണ വീടുകളിൽ എങ്ങനെ ഒതുക്കണേ അതുപോലെയൊക്കെ തന്നെ ഒതുക്കി വെക്കാറുള്ളൂ. അല്ലാതെ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ അത്രയും ഭംഗിയായിട്ട് ഒതുക്കാനുള്ള ഐറ്റംസ് എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒതുക്കാൻ എനിക്ക് അറിയില്ല. സാധാരണ ഒരു വീട്ടിൽ നമ്മൾ ഭയങ്കര ഭംഗിയിലൊക്കെ ഒതുക്കി വെച്ചാലും ബാസ്ക്കറ്റുകളിലൊക്കെ നല്ല ഭംഗിയിൽ വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് അലങ്കോലമാവും. അത് നമ്മളിനി എത്ര ശ്രമിച്ചാലും. അപ്പോൾ അങ്ങനെ ആക്കാൻ നോക്കുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ആക്കാൻ നോക്കി വരുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവരെയും നമ്മൾ നിർബന്ധിക്കും, ഓക്കെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും അത് ഇറിറ്റേഷനാണ്, അവർക്കും അത് ഇറിറ്റേഷനായി മാറും. അപ്പോൾ നമ്മുടെ വീടിനെ കമ്പയർ ചെയ്യണത് ഇതിൽ കാണുന്ന പിക്ചേഴ്സിൽ കാണുന്ന വീടുകളും നമ്മൾ യൂട്യൂബ് ഷോർട്സിൽ കാണുന്ന വീടുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വീട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കും വീട്, പക്ഷേ അവിടെ ചിലപ്പോൾ സ്വസ്ഥത ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചില അമ്മമാരുണ്ടാവുമല്ലോ ഇതിൽ കാണുന്നവരിൽ, അതായത് വീട് ഒരു വിധമൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്, എന്നാൽ ഈ കാണുന്ന പോലെ ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പെർഫെക്ഷന് മുൻപായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് മനസ്സമാധാനമായിട്ടൊരു വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു വീട്, കാണാൻ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വീട്, പക്ഷെ അവിടെ ഫുൾ ടൈം തല്ലുകൂട്ടവും ബഹളവും സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ ആ വീട് അത്ര ഭംഗിയായിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പണ്ടും എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, പഴയ വീടായിക്കോട്ടെ, കാണാൻ അത്ര ഭംഗിയില്ലാത്ത വീടായിക്കോട്ടെ, പക്ഷെ ആ വീട്ടിൽ നമുക്ക് ഇരിക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ആ വീടൊരു വീടായി മാറണുള്ളൂ. എൻ്റെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ വീട്ടിലേക്ക് ഹാളിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ടോയ്സും അതൊക്കെ ഇങ്ങനെ വലിച്ച് വരിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യത്തിലേക്ക് എനിക്ക് വിഷമമാണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ അയ്യോ ഈ ടോയ്സൊക്കെ കാണുമ്പോൾ അത് എന്ത് വിചാരിക്കുന്നൊക്കെ വെച്ചാൽ ഞാൻ ആകെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കും. പക്ഷെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ വീട് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുക. വരുന്ന ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ കളിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് നാളുകൾ ഒരു സ്കൂളിൽ പോകുന്ന ആ ഒരു 4 കൊല്ലം മാത്രമാണ് അവർ അങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. അപ്പോൾ അവർക്ക് കളിക്കാനുള്ള സ്പേസ് കൊടുക്കണം. അത് വിചാരിച്ച് വല്ലാതെ അലങ്കോലാക്കി അങ്ങനെ ഒരു ഡിസോർഗനൈസ്ഡ് ആയിട്ട് കുട്ടികളെ വളർത്തുന്നതും നല്ലതല്ല. പക്ഷേ കുറച്ചൊക്കെ അവിടെ കിടന്നു എന്ന് വെച്ചിട്ട് നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഞാൻ എപ്പോഴും പറയാറുണ്ട് ടിപ്സിൽ, വൈകുന്നേരം കിച്ചണൊക്കെ ക്ലീനാക്കി ഭംഗിയാക്കി വെച്ച് പോകണമെന്നൊക്കെ. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴോ നമുക്ക് വയ്യായിക്ക് ഉണ്ടാകുമ്പോഴോ ചിലപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ അവിടെ കിടക്കും. നെക്സ്റ്റ് ഡേ നമുക്ക് ക്ലിയർ ആവാൻ എല്ലാ ദിവസവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ ബോറടിക്കുമ്പോൾ ഒന്ന് കുറച്ച് നേരം എന്തെങ്കിലും ഫോൺ നോക്കാം എന്ന് വിചാരിച്ചെടുക്കുമ്പോൾ കാണുന്ന കാഴ്ച ഫോണിൽ എല്ലാവരും ഭയങ്കര പ്രൊഡക്റ്റീവ്, ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് വീട് ഒതുക്കി വെക്കുന്നു, വീടൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇവർക്ക് ഇതിന് സമയം കിട്ടണം, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കാനും ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തത്. പക്ഷേ ഫോൺ എടുത്തപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ സ്ട്രെസ്സാണ് നമുക്ക് വന്നത്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറ്റബോധം, ഞാനിതൊന്നും ഭംഗിയിൽ വെച്ചില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ പണികളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അതിങ്ങനെ ഡിലേ ആയി പോയിട്ടും സ്കിപ്പ് അടിച്ചൊക്കെ പോകാറുണ്ട്. അത് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കാതെ അതിൽ കാണുന്ന ആ ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം മനസ്സിലേക്ക് കയറ്റിയിട്ട് ഫുൾ കുറ്റബോധം നെഗറ്റീവ് വൈബായിട്ട് നമ്മൾ ആ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. പണ്ടുള്ളവരൊന്നും വീടിൻ്റെ ഭയങ്കരമായൊരു ഭംഗിയോ അതിൻ്റെ പെർഫെക്ഷനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നോക്കാറില്ല. ഒരുവിധം ബേസിക്കായിട്ട് വൃത്തിയാക്കി വെക്കും, എല്ലാ കാര്യങ്ങളും അതൊക്കെ ചെയ്യും. വേറെ ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല വീട് ഭംഗിയായിട്ട് വെച്ചിരുന്നത്. അവർ നല്ല ഭക്ഷണമൊക്കെ വെച്ച് അതൊക്കെ കഴിച്ച് ശാന്തമായി ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് ആ റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു രീതിയായിരുന്നു. വൃത്തിയായിട്ട് വെക്കുന്നുണ്ട്, പക്ഷേ ഓവർ പെർഫെക്ഷൻ അല്ലായിരുന്നു. ഇന്ന് നമ്മുടെ പ്രശ്നം ഓവർ പെർഫെക്ഷൻ ആക്കാൻ നോക്കുമ്പോൾ വീട്ടിൽ മൊത്തത്തിൽ സ്വസ്ഥതക്കേടാവുന്നു. അതുമാത്രമല്ല, രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ, നമുക്ക് വീട് ഇങ്ങനെ ഒതുക്കി വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ, പെർഫെക്ഷൻ്റെ കാര്യം നോക്കണ്ട, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെറിയൊരു റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് അന്നാന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതെല്ലാ ദിവസവും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ മടിയില്ലാതെ ചെയ്യാനും കൂടി നോക്കണം. അതായത് നമ്മളിപ്പോൾ പാത്രങ്ങൾ ഡെയിലി നമ്മൾ ഉപയോഗിച്ച് അപ്പം തന്നെ വാഷ് ചെയ്ത് വെക്കുക. വൈകുന്നേരം പരമാവധി എല്ലാ പാത്രങ്ങളും കഴുകി വെക്കുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ പുതപ്പ് മടക്കി വെക്കുക. അന്നാന്ന് നമ്മൾ വാഷ് ചെയ്ത് കൊണ്ടുവന്ന തുണികൾ അപ്പം തന്നെ മടക്കി വെക്കുക. അതുപോലെ എടുത്ത സാധനങ്ങൾ എടുത്ത പ്ലേസിലോട്ട് വെക്കുക. വീട് ഭയങ്കര ഭംഗിയിൽ പെർഫെക്റ്റായിട്ട് വെക്കുന്നതിൽ ഉപരിയായിട്ട്
എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ ഒരു സ്പേസ് ഓരോ സ്ഥലങ്ങളിൽ വെക്കാനുണ്ടാവുമ്പോഴും നമ്മൾ അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചീശുള്ളപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ജോലികളൊക്കെ അധികമായിട്ട് പെൻഡിങ് ആവില്ല, നമുക്കത്ര ഇറിറ്റേഷനോ ദേഷ്യമോ വരില്ല. ഇതാദ്യം ഈ ജോലി ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ പാത്രം കഴുകാനായിട്ട് വെക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, 1-2 ആദ്യം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പണികൾ കൂടുതൽ ചെയ്യും തോറും പാത്രം ഇങ്ങനെ നിറയാൻ തുടങ്ങും. അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടില്ല. എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ തുണികൾ വാഷ് ചെയ്തെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ചെയർമിൻ്റെ അവിടെ വെച്ച് കൊടുക്കും. ഒരു ദിവസം അവരത് മടക്കി വയ്ക്കില്ല, അടുത്ത ദിവസം അത് മടക്കി വയ്ക്കില്ല, പിറ്റേ ദിവസം അത് മടക്കി വയ്ക്കില്ല. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അതുമ്പോൾ തുണി മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള തുണികൾ അതിൽ നിന്ന് അവർ എടുക്കാൻ തുടങ്ങും. പിന്നെ ചില തുണികൾ അതിന് വെച്ചാൽ ഇങ്ങനെ മെസ്സി ആയിട്ട് കിടക്കുകയാണത്, റൂം കാണുമ്പോൾ തന്നെ അലങ്കോലാണ്. അപ്പോൾ ഞാൻ അവരോട് പറയും, അന്നാന്ന് ഇത്തിരി ഈശ മടക്കിയിരുന്നെങ്കിൽ ഇത്രയും ലോഡ് വരില്ല. അവസാനം ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മടക്കി വെക്കുമ്പോഴാകും അവരത് മുഴുവൻ മടക്കുക. അപ്പോഴേക്കും അവർക്ക് ഇറിറ്റേഷനും ദേഷ്യവും, കാരണം ഇത്രയധികം തുണി ഒറ്റ ഇതിന് മടക്കണം. അതേപോലെ തന്നെയാണ് നമ്മളും ഇതുപോലെ ജോലികൾ പെൻഡിങ് ആക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനായാലും പെൻഡിങ് ആക്കി ഇങ്ങനെ വെക്കും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് സിമ്പിളായിട്ടുള്ള റൂട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും അതനുസരിച്ച് അത് കുറച്ചെങ്കിലും ഫോളോ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ വീട് വല്ലാതെ അങ്ങനെ അലങ്കോലാവില്ല. കാരണം നമ്മൾ കൃത്യമായൊരു ടൈമിങ്ങിൽ പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ അമ്മമാർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാട്ടോ. ബാക്കിയുള്ളവരാരും അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മുടെ വീട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ടാവും, വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം മക്കളൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവരുടെ ബാഗിൽ എന്ത് ഐറ്റംസ് വെക്കണം, അടുത്ത ദിവസം എന്താണ് ഭക്ഷണം വെക്കേണ്ടത്, നാളെ ചെയ്യേണ്ട ക്ലീനിങ്ങിൻ്റെ ജോലികൾ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബാക്കിയുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു ഇൻവിസിബിൾ പ്ലാൻ എന്ന് പറയാം, അത് ആർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ ഒരുവിധം സെറ്റായിട്ടിരുന്നാലും നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ പോലെ ഒരു മൈൻഡിലുണ്ടാവും. കാരണം നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷീണവും ഇറിറ്റേഷനൊക്കെ തോന്നും കേട്ടോ. കാരണം നമ്മൾ വേറെ ജോലികളൊക്കെ നമ്മുടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ആ ഒരു വീട്ടിൽ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അമിതമായിട്ട് അങ്ങനെ ടെൻഷൻ അടിച്ച് ചിന്തിക്കാതെ കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത്, എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് പ്രാർത്ഥിക്കുക. അപ്പോൾ കുറച്ച് നേരം മൈൻഡൊന്ന് ശാന്തമാവും. നമ്മൾ ശാന്തമാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ചിന്തകൾ വരാൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ പോലും ചിലപ്പോൾ ശ്രദ്ധ കിട്ടണമെന്നില്ല, കാരണം മൈൻഡിൽ ഇങ്ങനെ കുറേ ചിന്ത വരുന്നുണ്ട്. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസിലൂടെ നമ്മൾ മൈൻഡിനെ കുറച്ചും കൂടി ശാന്തമാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇനി നാലാമതായിട്ട് നമ്മൾ ചെറിയ കുറച്ച് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കണം, അതായത് ടൈമിംഗ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് റുട്ടീൻ എന്ന് പറയുന്നത്. ഹാബിറ്റ് എന്ന് പറയുന്നത് ചെറിയ ശീലങ്ങൾ. അപ്പോൾ നമ്മൾ അത് ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ കിച്ചണിൽ ഞാൻ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പാത്രങ്ങളെല്ലാം സൈഡിൽ കൂടെ കഴുകി വയ്ക്കും. അതുപോലെ ഞാൻ കിടക്കാൻ പോകുന്നതിന് മുൻപ് ലിവിങ് റൂമിൽ എന്തെങ്കിലുമൊക്കെ അലങ്കോലമായിട്ട് കിടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് വയ്ക്കാം, മക്കളുടെ കൂടെ ഹെൽപ്പോട് കൂടി അത് എടുത്ത് വയ്ക്കാം. അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ പുതപ്പ് മടക്കി വയ്ക്കും. അങ്ങനെ അതുപോലെ ഇന്ന് കറി വെക്കുന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ ആവശ്യമുള്ളമായ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കറിയാണ് ഞാൻ വയ്ക്കുള്ളൂ. അങ്ങനെ ചെറിയ ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ നമ്മൾ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കില്ല, അതുപോലെ നമ്മൾക്കും നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കതൊരു ജോലിയായിട്ട് തോന്നില്ല, അതൊരു ശീലമായി മാറും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് വയ്ക്കുന്ന പോലെ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്നും ചെയ്തു വരുമ്പോൾ ഒരു ഹാബിറ്റായിട്ട് മാറുന്ന രീതിയിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. നമ്മൾ എത്ര ഏജ് ആയാലും നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറാം. അപ്പോൾ അത് ഹാബിറ്റാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഏജ് കൂടുന്നതോറും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും നമുക്ക് ട്രൈ ചെയ്താൽ മാറാനായിട്ട് പറ്റും. ഞാനങ്ങനെ മാറിയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പഠിച്ചതും ചെയ്തു തുടങ്ങിയതും. ഞാൻ അങ്ങനെ ഒരു അത്രയും ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മാറാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്താൽ മാറാം. നമ്മൾ മൈൻഡിൽ നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു ഹാബിറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മളത് അന്നാന്ന് തന്നെ ചെയ്യും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ എല്ലാവരും കൂടി ചേർന്നാലാണ് എല്ലാ കാര്യം നന്നായിട്ട് നടക്കുള്ളൂ. അല്ലാതെ ഒരാൾ മാത്രം ഫുൾ ടൈം ചെയ്യാൻ തുടങ്ങിയാൽ എല്ലാ കാര്യം അയാളുടെ തലയിലേക്കാവും. അപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ മനസ്സ് തുറന്ന് വീട്ടിലുള്ളവരോട് ഡിസ്കസ് ചെയ്യുക, ഹസ്ബൻഡിനോടും മക്കളോടും ഡിസ്കസ് ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുകയും, അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അവർക്ക് പോയി വന്നാൽ കിട്ടുന്ന ടൈം നമുക്കറിയാലോ, അതനുസരിച്ച് അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തിട്ട് മക്കളുടെ അവധി ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു പ്രത്യേകത ഇപ്പോൾ NDAയിലൊക്കെ നമ്മൾക്ക് കുറേ പെർഫെക്ഷനും നമ്മുടേതായ രീതികളൊക്കെ ഉണ്ടായിരിക്കും. അവർ ചിലപ്പോൾ ചെയ്യുന്നത് അവരുടേതായ രീതിയിലായിരിക്കും. അപ്പോൾ ആ നേരത്തെ നമ്മൾ പോയിട്ട് അഭിപ്രായം പറഞ്ഞ് ആ പണി ചെയ്യുന്നവരെ വെറുപ്പിക്കരുത്. അവരത് ചെയ്യുന്നെങ്കിൽ അത് അവിടെ ചെയ്തോട്ടെ. അപ്പോൾ മക്കളെയൊക്കെ ചിലപ്പോൾ ഞാൻ ജോലി ഏൽപ്പിക്കും കേട്ടോ. അത് ഞാൻ പോയി നോക്കിയിട്ട് അയ്യോ ഇത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, കുറയുമ്പോഴേക്കും കുട്ടികൾക്ക് ദേഷ്യം വരും, അവർ ഇട്ടിട്ട് പോകും. കാരണം പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും കൂടുതലായിരിക്കും ആ പ്രായത്തിൽ. അപ്പോൾ നമ്മൾ അവരെ കുറേ പോയിട്ട് ക്ലാസ് എടുക്കാൻ നിൽക്കുമ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാ എന്നെ വിളിച്ചത്, ഞാൻ തന്നെ അമ്മ തന്നെ ചെയ്തോളൂ എന്ന് പറയും. കാരണം
നമുക്ക് തൃപ്തിയില്ല. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാതെ അവർക്ക് എന്താ ചെയ്യാനുള്ള വെച്ചാൽ അത് അവർക്ക് ചെയ്യാൻ കൊടുക്കുക. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാട്ടോ, അതുകൊണ്ട് ഞാൻ ഫുൾ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഞാൻ ഈ ട്രൈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവർ അത് ചെയ്യാനായിട്ട് വിടുക, അവർ ചെയ്യണ പോലെ ചെയ്യട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വീട് അടിച്ച് തുടച്ചൊക്കെ ഇടണമെങ്കിൽ ഞാൻ ചെയ്താലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, അങ്ങനെയാണ് ഞാനായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഏൽപ്പിക്കുകയാണ്. ചിലപ്പോൾ അവർ ചെയ്യണത് അത്രയും ഭംഗിയില്ലാവില്ല, അവർ ചെറിയ കുട്ടികളല്ലേ, എന്നാൽ പോലും ഞാൻ കണ്ണടയ്ക്കും എങ്ങനെയെങ്കിലും ആവട്ടെ. അപ്പോൾ അവരെ ഏൽപ്പിച്ചപ്പോൾ എനിക്ക് സ്ട്രെസ്സ് കുറഞ്ഞു. എനിക്ക് അത്രയും ലോഡ് എടുക്കേണ്ട കാര്യമില്ല. എല്ലാം കൂടി നമ്മുടെ തലയിലെടുത്ത് വെച്ചാൽ പിന്നെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും അവരുടേതായ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് കൂടി നമ്മൾ അനുവദിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ വെക്കുകയും നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് ഈ വീഡിയോ കണ്ടതിൽ ഒരു അർത്ഥം ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ വെറുതെ കണ്ട് സാധാരണ പോലെ സ്കിപ്പ് അടിച്ച് പോയാൽ ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു 2026 എന്ന് പറഞ്ഞ വർഷത്തിൽ നമ്മുടെ ഈ ഒരു സ്വഭാവത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരണം. അതുവഴിക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം മുതലേക്ക് വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, അപ്പോഴാണ് നമുക്ക് ഭയങ്കര സ്വസ്ഥത ഉണ്ടായിരിക്കുക, പെർഫെക്റ്റ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഞാൻ വീഡിയോസിലൂടെ ആദ്യമേ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി അത് വേണം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാതും. നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടും ഭംഗിയായിട്ടൊരു വീട് നമുക്ക് വെക്കാൻ പറ്റുമായിരിക്കാം, പക്ഷെ അതിൽ സന്തോഷം കൊണ്ടുവരാനും സ്വസ്ഥത കൊണ്ടുവരാനും നമ്മൾ ആ വീട് ഒതുക്കണേക്കാട്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മുടെ വീട് എങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നല്ല കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.